സറി നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആണ് ആദ്യം ആ വെടി പൊട്ടിച്ചത്. കേരളത്തിൽ ഒരു CPM BJP ഡീൽ, അദ്ദേഹം LDF BJP ഡീൽ എന്നല്ല പറഞ്ഞ CPM BJP ഡീൽ. നേരത്തെ തന്നെ അദ്ദേഹത്തിനൊരു ആക്ഷേപമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് മുണ്ടെടുത്ത മോഡി എന്നാണ്. ഈ ഡീൽ എന്നുള്ള ഒരു ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ BJP വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നു, CPM വന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടിറങ്ങി. CPM ആരോപിക്കുന്നത് പതിവ് പോലെ കോലീബി സഖ്യം കേരളത്തിലുണ്ട്. ഈ 2010 ശേഷം 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ഈ BJPയുടെ വോട്ട് കോൺഗ്രസ്സിന് പോകുന്നത് ക്രമാനുഗതമായിട്ട് ഇല്ലാതായി. അത് 2016 ആയപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാതായി. പക്ഷേ ഇപ്പോഴും CPM ആരോപിക്കുന്നത് ആ പഴയ കോലീബി സഖ്യമാണ്. അങ്ങനെ CPM അത് പറയുന്നു. BJP പറയുന്നു അല്ല, LDFും UDFും തമ്മിലൊരു ഡീലുണ്ട്, അതുകൊണ്ട് അവർ പല മണ്ഡലങ്ങളിലും വോട്ട് LDFിൻ്റെ വോട്ട് ലീഗിന് കൊടുക്കും, അതുപോലെ കോൺഗ്രസ്സിന് LDFിൻ്റെ വോട്ട് കോൺഗ്രസ്സിന് കൊടുക്കും, കോൺഗ്രസിൻ്റെ വോട്ട് LDFിന് കൊടുക്കും. ഇങ്ങനെ സർവത്ര ഈ ഡീലാണ് ഇപ്പം വിഷയം. സത്യത്തിൽ കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡീല് ഉണ്ടോ? കേരളത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ചില ഡീലുകളൊക്കെ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് BJPയിൽ ചില സന്ദർഭങ്ങളിൽ ഈ പ്രാദേശിക തലത്തിലും ചിലപ്പോൾ സംസ്ഥാന തലത്തിലുമൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി സീറ്റ് വോട്ട് വിൽപ്പന എന്നൊക്കെ പറഞ്ഞ് നടത്തിയതായിട്ട് അറിയാവുന്നതാണ്. ചിലതിൽ യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പാർട്ടിയിൽ വളരെ കർശനമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. അത് തന്നെയായിരുന്നു കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിലും നിലനിന്നിരുന്നത്. പക്ഷേ 2021 ശേഷം BJPയുടെ നിലപാടിലും കുറേ മാറ്റം വന്നിരിക്കുന്നു. നമുക്ക് കോൺഗ്രസിനെ അങ്ങനെ മുക്തമാക്കിക്കൊണ്ട് കേരളത്തിൽ, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൽ മുക്തമാക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താ, കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വെറും ഒരു മൂടുപടം മാത്രമാണ്. ആ മൂടുപടത്തിന് പുറകിൽ നിൽക്കുന്നത് ആരാണ്? മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം വർഗീയവാദികൾ ഒക്കെ ആയിട്ടുള്ള ഒരു ടീം. പിന്നെ ഒന്ന് ബേസ്ഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ബേസ് ഉള്ള കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ. ഇതാണ് അവരുടെ ഒരു മുഖപടം. ആ മുഖപടം മാത്രം വലിച്ചു മാറ്റിയുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഈ മുഖപടം വലിച്ചു കീറി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വീണ്ടും LDFിൽ പോയിട്ട് LDF ഒരു പെരുത്ത ശക്തിയായി മാറും. പിന്നെ വർഗീയ ശക്തിയും പിന്നെ LDFിൻ്റെതായ അറിയാമല്ലോ അട്ടിമറി രാഷ്ട്രീയവും കൂടെ ചേരുമ്പം അത് കേരളത്തിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ് BJPയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് BJP ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് UDF അവിടെ അങ്ങനെ നിൽക്കുന്നെങ്കിൽ നിന്നോട്ടെ. കാരണം അതിൻ്റെ വേരറക്കാൻ പോയാൽ അറക്കുന്ന വേരല്ല മുറിയുന്നത്, മനസ്സിലായില്ലേ? അതിന് പകരം വേറെ ചിലത് വളർന്നു വരാനായിട്ടാണ് സാധ്യത വരുന്നത്. അപ്പോൾ അതിൽ ഭേദം അതവിടെ നിന്നോട്ടെ. പകരം BJP ശ്രദ്ധിക്കേണ്ടത് CPMനെയാണ്. CPM തകരാനുള്ള ഒരു പാർട്ടിയാണ്, തകരാനായി റെഡിയായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ പിന്നെ അതങ്ങ് തകരുന്നതല്ലേ നല്ലത്. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കോൺഗ്രസ് തകർന്നാൽ ഈ വോട്ടുകൾ മുസ്ലിം ക്രിസ്ത്യനും ഉള്ള പാർട്ടികൾ LDFിൽ ചെന്ന് അവർക്ക് ശക്തിയാകുക ചെയ്യാം. അതേസമയം CPM തകർന്നാൽ അവിടുത്തെ ഹിന്ദു വോട്ടുകൾ അധികവും BJPയിലേക്കാണ് വരിക. അവർ കൈപ്പത്തിയിലേക്ക് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ലീഗിൻ്റെ കോണിക്ക് വേണ്ടി വോട്ട് ചെയ്യാനോ പോവില്ല. അപ്പോൾ അത് വരുന്നത് BJPയിലേക്കായിരിക്കും. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് സത്യസന്ധമായിട്ട് പറയാനാരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ രണ്ട് കൂട്ടർക്കും വേണ്ടത് എന്താണ്? കോൺഗ്രസ്സിന് വേണ്ടത് മുഴുവൻ ന്യൂനപക്ഷ വോട്ടുകളും തങ്ങളുടെ കൂടെ നിർത്തണം. അതിനെന്ത് വേണം? RSS ഡീല് പറയണം. CPMനും ഇതാണ് ആഗ്രഹം, അല്ലെങ്കിൽ LDFിനും ഇതാണ് ആഗ്രഹം. BJPയോട് ഏറ്റവും കൂടുതൽ നിൽക്കുന്നതും അല്ലെങ്കിൽ RSSുമായിട്ട് ഏറ്റവും ഇഴിചേർന്ന് നിൽക്കുന്നതും കോൺഗ്രസും UDFുമാണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ, ഇനി പോരൂ, LDFിൽ വരൂ, നമുക്ക് തുടർന്ന് പോകാം എന്നുള്ളതാണ് അവരുടെയും മുദ്രാവാക്യം. അപ്പോൾ ഇതിനുള്ള അടി ആദ്യം തുടങ്ങി വെച്ചത് വി ഡി സതീശനാണ്. അപ്പോൾ വി ഡി സതീശന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഡീലിൻ്റെ ആശാന്മാർ നിങ്ങളാണ്, വടകരയും ബേപ്പൂരും നിങ്ങൾ കോലീബി സഖ്യം ഉണ്ടാക്കി, ഇത് പണ്ടേ തുടങ്ങിയതാണ്. പിന്നെ എനിക്ക് നേരിട്ടറിയാം 41-45 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ RSSകാരുടെ വോട്ട് വാങ്ങിച്ചാണ് ജയിച്ചിട്ടുള്ളത്. വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ RSS വോട്ട് കൊണ്ടാണ് ജയിക്കുന്നതെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈവൻ പറവൂർ
വി ഡി സതീശൻ വരെ അങ്ങനെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ച് വെച്ചത്. 41 സീറ്റുകളുടെ എണ്ണം അദ്ദേഹം പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എവിടേക്കെന്ന് പറഞ്ഞില്ല അദ്ദേഹം. നിങ്ങൾ 41 സീറ്റിൽ ഇങ്ങനെയൊക്കെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കൂടുതൽ പറയണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കുത്തുകുത്തി. അപ്പോൾ വി ഡി സതീശൻ അതിന് മറുപടി കൊടുത്തു, നിങ്ങൾ ധർമ്മടം മുതൽ റാന്നി, കോന്നി, പാലക്കാട് ഇന്നെല്ലായിടത്തും ബി ജെ പിക്കാരുമായിട്ട് ചില ലൈസൺ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒന്നുകിൽ സ്ഥാനാർത്ഥി ഇല്ല, അല്ലെങ്കിൽ ദുർബലനായ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് വരെ ഇതാണ് കളി. ചെങ്ങന്നൂർ നിന്ന ആളിനെ പിടിച്ച് ഹരിപ്പാട് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു. അപ്പം പിണറായിക്ക് ഇഷ്ടമുള്ള ആളിനെ ജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം അതിനകത്തുണ്ടെന്നുള്ളതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വന്നിരിക്കുന്നത് CPI. ശരി, അതിനുശേഷം തൃശ്ശൂർ നിങ്ങൾ പൂരം കലക്കൽ നടത്തി, അങ്ങനെ വോട്ട് മറിച്ചു. പിന്നെ സുനിൽകുമാറിനെ, CPIയുടെ സുനിൽകുമാറിനെ, മാന്യനായ ഒരു മനുഷ്യനെ അവിടെ ഇട്ട് തോൽപ്പിച്ചു. നിങ്ങൾ CPIക്ക് പണി കൊടുത്തു. ഇനിയും നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പല CPI മണ്ഡലങ്ങളിലും BJPക്ക് വിജയസാധ്യത കിട്ടും. അത് സത്യമാണ്. പക്ഷെ അത് ഇവരുടെ ഡീൽ കൊണ്ടല്ല, CPIക്കാരെ സപ്പോർട്ട് ചെയ്യാൻ CPI നിൽക്കുന്നില്ല. അപ്പം അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ബേസ് വോട്ടുകൾ പൂർണ്ണമായും പിടിച്ചെടുത്ത് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ചിലത് ചോർന്നു പോകും. അത് BJPക്കാർ കൊണ്ടുപോകും. അതൊരു സത്യമാണ്. അങ്ങനെ കുറച്ച് CPM വിചാരിക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് CPIക്കാർ തകരുന്നെങ്കിൽ തകർന്നോട്ടെ, എങ്കിലേ കൂടുതൽ നമ്മളോടൊത്ത് നിൽക്കുകയുള്ളൂ. മെലിഞ്ഞാലേ നമ്മളോടൊപ്പം ചേരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വലിയതായിട്ട് കെട്ടിപ്പിടിച്ച് നിർത്താൻ എളുപ്പം. ഇച്ചിരി ഒന്ന് മെലിയണം, അപ്പോൾ കക്ഷത്തിൽ നിർത്താം, അല്ലെങ്കിൽ കൈക്കുള്ളിൽ നിർത്താം. എന്തായാലും ഒരു ചെറിയ പൂട്ടിട്ട് പിടിക്കാം. അപ്പോൾ ഒന്ന് മെലിയണം. ഈ 25 ഇനി കൊടുക്കാൻ വയ്യ ഭാവിയിൽ, മനസ്സിലായില്ലേ? അതൊക്കെ CPMന് ഒരു 100-110 സീറ്റിൽ മത്സരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ മനസ്സിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കരുവന്നൂർ, അത് തൃശ്ശൂർ ഇങ്ങനെ കളിച്ചു. കരുവന്നൂർ നിങ്ങൾ ഇപ്പം മോദി വരുന്നു, വന്ന് എല്ലാത്തിനെയും പിടിച്ചിട്ട് ED കൊണ്ടുവരും, എന്നിട്ട് ആ പൈസ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വലിയ ഉണ്ടായിരുന്നു. എന്ത് നടന്നു? ED പേടിച്ചു, പക്ഷേ ED പോയപ്പം പൊടി പോലും ഇല്ലാതായില്ലേ? അപ്പോൾ ഇതെല്ലാം ഡീലാണ് എന്നാണ് സതീശൻ്റെ വ്യാഖ്യാനം. അപ്പോൾ ഇത് വെച്ചിട്ട് രണ്ട് കൂട്ടരും അടിക്കുന്നതിൻ്റെ ഒരു കാരണം മറ്റൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ മുതൽ തുടങ്ങുകയാണ്. ഈവൻ പാലക്കാട്, തൃശ്ശൂർ, കോട്ടയം, പിന്നെ തെക്കോട്ടിങ്ങോട്ട് വരുമ്പോൾ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, ഈ സ്ഥലങ്ങളിലെല്ലാം, പത്തനംതിട്ട ഒക്കെ ഒരു മാറ്റത്തിന് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്ഥാനാർത്ഥി മികച്ചതാണെങ്കിൽ, ത്രികോണ മത്സരത്തിനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ, കോൺഗ്രസിലെയും CPMലെയും ഹിന്ദു വോട്ടുകൾ BJPക്ക് വീഴുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വരാൻ പോവുകയാണ്. ഇങ്ങനെ വരുന്നിടത്ത് ഒരു 30-35 സ്ഥലങ്ങളിൽ ഇവർ നല്ല ടൈറ്റ് ഫൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ഒന്നാമതും രണ്ടാമതുമായിട്ട് ഒരു 20 മണ്ഡലങ്ങളിൽ വന്നാൽ പോലും ഇവിടെ കേരളത്തിലെ ഇതുവരെയുള്ള അന്തരീക്ഷം തകിടം ഒരു 60-നും 70-നും ഇടയ്ക്ക് സീറ്റുകളിൽ LDFും UDFും നിൽക്കുന്ന ഒരു സാഹചര്യം വരും. കുറച്ച് സീറ്റുകൾ BJPക്കും. ഇത് ഈ കുറഞ്ഞ സീറ്റുകൾ വെച്ചിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളത് BJPയും കൂടി ചേർന്ന് തീരുമാനിക്കണം. ഇല്ലെങ്കിൽ മൗന സമ്മതം കൊടുക്കണം. ശരി, ഞങ്ങളുടെ ഭാവിക്ക് ഗുണം കോൺഗ്രസ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിന്റെ ആളിനെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ നല്ല എതിർക്കുന്നില്ല. അതേസമയം തിരിച്ചു വേണമെങ്കിൽ LDF ആയിക്കോട്ടെ, അവരെ ഞങ്ങൾ എതിർക്കുന്നില്ല. അപ്പം 140-ൽ ഭൂരിപക്ഷം ആയിരിക്കില്ല നോക്കുന്നത്. BJPക്ക് കിട്ടിയ 8-10 സീറ്റാണെങ്കിൽ പോലും, ഞാൻ ഏറ്റവും കുറഞ്ഞാണ് പറഞ്ഞത്, 10 സീറ്റിൽ പോലും NDA സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ 130 സീറ്റിൽ 66 ആർക്ക് കിട്ടുന്നു എന്നുള്ളതായിരിക്കും ഭൂരിപക്ഷം. ഇതൊരു പ്രശ്നത്തിലേക്ക് വരാൻ പോകണം. 66 കിട്ടുന്നവൻ മുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു നിലവാരത്തിലേക്ക് വന്നുകൂടായില്ല. ഇതാണ് ഇവിടെ ഡീല് പറയുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ഉത്തരം വി ഡി സതീശൻ ചിലപ്പോൾ പറയേണ്ടി വരും നാളെ. ഇതിൻ്റെ ഉത്തരം പിണറായി വിജയൻ പറയേണ്ടി വരും. അപ്പം പറയാം, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഈ ഡീലുണ്ടെന്ന്. ഈ ഡീലാണ് ഇവിടെ ഡീൽ. അതായത് രാജീവ് ചന്ദ്രശേഖർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡീലുണ്ട്. ഡീല് ജനങ്ങളുടെ ഡീലാണ്. ജനങ്ങളുമായിട്ടാണ് നമുക്ക് ഡീല്. ജനങ്ങൾ പറയുകയാണ് BJP മതി അവിടെ. 3 മുന്നണികൾ മത്സരിക്കുന്ന ചില സ്ഥലങ്ങളിൽ BJP ആണ് ജയിക്കേണ്ടത് എന്നവർ തീരുമാനിക്കുകയാണ്. അപ്പം ചിലയിടത്ത് ജയിക്കും, ചിലയിടത്ത് രണ്ടാമതൊന്നിരിക്കും. അപ്പോൾ ഇതാണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ പലരും ഞങ്ങളുടെ കൂടെ വരികയാണ്, നിങ്ങളുടെ പഴയ MLAമാരിൽ പലരും ഞങ്ങളുടെ കൂടെ വരികയാണ്. അതൊന്നും ഡീലല്ല, അവർ സ്വയം ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് അവർ വരുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഡീലല്ല, ഇത് സംഭവാമി യുഗേ എന്ന് പറഞ്ഞ പോലെ നടക്കുന്നതാണ് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വേർഷൻ. ഏതാണ്ട് അതാണ് സത്യവും. കേരളത്തിൽ
ജനങ്ങൾ ഒരു ഡീൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു മൂന്നാമതൊരു സാധനം വേണം, ഒരു ബദൽ കൂടി വേണം. പുള്ളിയുള്ള പ്രൈം മിനിസ്റ്ററും പുള്ളി ഇല്ലാത്ത പ്രൈം മിനിസ്റ്ററും മാത്രം പോരാ, രണ്ടും ഒന്നാണ്. പുള്ളി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ചേട്ടാ അനിയാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന രംഗമേ ഉള്ളൂ. അതുപോലെ കന്നാസും കടലാസും അവരുടെ ഇന്ത്യയുടെ പരസ്യം പോലെ അത് കറക്റ്റാണ്. ഈ ചേട്ടനും അനിയനും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മാറ്റണം. ഇത് തന്നെയാണ് ഇത് അവസാനിപ്പിക്കണം. ഇത് തന്നെയാണ് വട്ടിയൂർക്കാവിൽ ശ്രീരേഖ അത് ഒരു IPS ഉദ്യോഗസ്ഥയായി ADGP ആയിരുന്ന കാലത്ത് വിജിലൻസിൽ വന്ന കേസിൻ്റെ കാര്യത്തിലും പറഞ്ഞത്. പ്രശാന്ത് MLA-ക്കെതിരെ വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു, ലക്ഷങ്ങളുടെ കോടികളുടെ അഴിമതി എന്നാണ് അവർ പറഞ്ഞത്. പ്രതിഭയ്ക്കെതിരെയും 2 LDF MLA-മാർക്കെതിരെ ഇതുപോലെ കേസുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിന് ഇരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹം ഈ ഫയൽ എടുത്തുകൊണ്ടുവരാൻ പറയുമ്പം മാഡം ധരിച്ചത് ഈ ഫയല് CPM-കാരുടെ ഫയലല്ലേ, അപ്പോൾ അത് മന്ത്രിക്ക് ഇത് താല്പര്യമുള്ളതായിരിക്കും, ഇതിൽ കുറച്ച് കേസുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരത് പഠിച്ച് ഭംഗിയായി പ്രസൻറ്റ് ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പം മന്ത്രി ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് സാർ, അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാനത് പഠിച്ചപ്പം ഇത് ഒരു ഫ്രെയിം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കേസാണ് എന്ന് പറഞ്ഞതും അല്ല അതിപ്പോൾ നമ്മൾ ആ രീതിയിൽ അതിനെ പുഷ് ചെയ്യേണ്ട, അതൊന്ന് സ്ലോ ഡൗൺ ചെയ്തേക്കൂ എന്നാണ് പറഞ്ഞത്. ശ്രീരേഖ IPS അന്ന് ഞെട്ടിപ്പോയി. എന്നിട്ട് പിന്നെ മന്ത്രി പറഞ്ഞിരിക്കുകയല്ലേ, പിന്നെ അത് അവരെ അവിടുന്ന് കാലക്രമേണ അതിനിടയ്ക്ക് മാറ്റുകയും ചെയ്തു. മാറ്റി കഴിഞ്ഞപ്പം അടുത്ത് വന്ന ആൾ എന്ത് ചെയ്തു എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ കേസ് വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞുപോയി. അങ്ങനെ ഇവിടെ കന്നാസും കടലാസും കൂടെ കെട്ടിപ്പിടിക്കുന്ന രംഗം ഒരുപാടുണ്ട് എന്നുള്ളത് ഇന്ത്യയുടെ പരസ്യം അർത്ഥവത്താണെന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഇത് പണ്ടൊന്നും ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ അത് അങ്ങനെയല്ല, സോഷ്യൽ മീഡിയയൊക്കെ ശക്തമായതുകൊണ്ട് ഈ സാധനം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സാർ, അങ്ങനെ കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഈ രാഷ്ട്രീയമായ ഡീലുകൾക്ക് ഒന്നിനും ഒരു പ്രസക്തിയുമില്ല, അത് വെറുതെ ആക്ഷേപം ഉന്നയിക്കും. ഇപ്പോൾ ഡീലും ഒന്നും ആരും നടത്തില്ല. എന്തറിയാമോ, എല്ലാവർക്കും ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. BJP-ക്ക് വോട്ട് പറഞ്ഞാൽ അത് അവർ തീർച്ചയായിട്ടും അത് അവർക്ക്. അതുകൊണ്ട് BJP ഡീലിന് പോകില്ല. LDF-ൽ നിന്നും UDF-ൽ നിന്നും ഡീൽ ആരും നടത്തൂല. നടത്തിയാൽ ഞാൻ പറഞ്ഞ ഈ 130-ൽ 65 ആർക്ക് കിട്ടുമെന്നുള്ളത് ചോദ്യചിഹ്നമാകും. അതാണ് അവസ്ഥ. അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കാത്തിരുന്ന് കാണാം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം എന്തായാലും ഈ ഡീലാണോ, ആര് തമ്മിലായിരുന്നു ഡീല്, ജനം എങ്ങനെ ഇതിനെ ഡീൽ ചെയ്തു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സമയമില്ല. 10 ദിവസമേ ഉള്ളൂ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.